ടുഡേ ഐ എം ഗോയിങ് ടു ഞൗൾ ദിസ് തിങ്. ഇതെന്നാണെന്നറിയോ? ഇതാണ് മൾബറി. സംഗതി എന്നാന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ നമുക്ക് വൈനും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയാൽ എന്നാൽ വൈനിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടുക വേണം. ഈ മൾബറി എടുത്തേച്ച് കുറേ പഞ്ചാര ഇട്ടേച്ച് ചുമ്മാ അങ്ങോട്ട് ഞവളണമെന്നേ വട്ട നീളം ഞവളുക. അതിനുശേഷം ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റുക, പാത്രം കഴുകി അതിനകത്തേക്ക് ഒഴിക്കുക. അധികം ടൈറ്റ് ആക്കാതെ ഈ സാധനം അങ്ങോട്ട് അടച്ചു വെക്കണം. എന്നുവെച്ചാൽ ഒരു സീക്രട്ടും കൂടെ ചെയ്യണം. അത് ദേ കണ്ടോ, വെയിൽ കിടക്കാത്ത ഇടത്തിൽ, ആത്മാക്കളുടെ സാന്നിധ്യമില്ലാത്ത സ്ഥലത്ത് 3 ദിവസം വയ്ക്കുക. കൃത്യം 3-ാം ദിവസം തുറന്നു കഴിയുമ്പോൾ ചാറ് മേലിലും പിശിട് മേലിലുമായി, ചാറ് താഴെയും പിശിട് മേലിലുമായിട്ട് തിരിഞ്ഞിരിക്കും. അതിനെ ഊറ്റിയെടുത്ത് നല്ല പോലെ വടികെട്ടി വെച്ചേച്ച് വടിച്ച് വൃത്തിക്ക് മെനയാക്കി എടുക്കണം. ഇത് കണ്ടോ അതേ ഇങ്ങനെ. അങ്ങനെ ഇതിനെ മുഴുവൻ ഊറ്റിയെടുത്ത് മിച്ചം വരുന്ന ചണ്ടി ഉണ്ടല്ലോ, അത് നല്ല രീതിക്ക് അങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് എടുക്കണം. ഇപ്പോഴത്തെ പിള്ളേർ അപ്പനമ്മമാരെ പിഴിഞ്ഞ് ജീവിക്കുന്നില്ല, അതുപോലെ തന്നെ അങ്ങോട്ട് നല്ലപോലെ പിഴിഞ്ഞങ്ങോട്ട് എടുക്കണം. അങ്ങനെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ബാക്കി വരുന്നതെല്ലാം കൂടെ അതേ ജാറ് കഴുകി വൃത്തിയാക്കി വെച്ച് അതിനകത്തേക്ക് ഒഴിക്കണം. എന്നുവെച്ചാൽ ഒരു ഇച്ചിരി കൂട്ടിച്ച് നോക്കണം. രാത്രിയിലൊക്കെ ഈ നോൺ വെജൊക്കെ ഒത്തിരി കഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ, ഇതൊരു ഒറ്റ ഗ്ലാസ് ഒരു ചെറിയ ഷോട്ടിന് അടിച്ച് കഴിഞ്ഞാൽ എന്നാ സുഖമാണെന്നറിയോ. ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ്. അല്ല പിന്നെ